സുഖ സൗകര്യങ്ങളും ആഡംബരങ്ങളും നിറഞ്ഞു നിന്ന രാജ്യമായിരുന്നു പേർഷ്യ. സമ്പന്ന രാജ്യമാണ്. വമ്പിച്ച സൈനിക ശക്തിയുമുണ്ട്. ഇന്നത്തെ ഇറാഖും ഇറാനുമെല്ലാം ഉൾപ്പെടുന്ന വിശാലമായ രാജ്യം. സമീപ രാജ്യങ്ങൾ വെട്ടിപ്പിടിച്ച് അധീനതയിൽ വെക്കുകയും ചെയ്തിട്ടുണ്ടവർ. സസാനിയൻ വംശത്തിൽപ്പെട്ട രാജാക്കന്മാരാണ് പേർഷ്യ ഭരിക്കുന്നത്. അർദർഷിർ ബാബക്കാണ് സസാനിയൻ വംശം സ്ഥാപിച്ചിട്ടുള്ളത്. ഇസ്ലാം മതം പേർഷ്യയിലേക്ക് കടന്നു വരുന്നത് ലോക ചരിത്രത്തിലെ മഹാസംഭവമാണ്. ഇസ്ലാം മനുഷ്യവർഗത്തിനുള്ള മതമാണ്. അതെല്ലാ മനുഷ്യരിലേക്കും എത്തിക്കേണ്ടതുണ്ട്. ഖലീഫ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു ഇസ്ലാം മത പ്രചരണത്തിന് വിപുലമായ ഏർപ്പാടുകൾ ചെയ്തിട്ടുണ്ടായിരുന്നു. പേർഷ്യയിലെ ഇസ്ലാം മത പ്രചരണത്തെക്കുറിച്ച് പറയുമ്പോൾ ഒരു സ്വഹാബിയുടെ പേര് അഭിമാനപൂർവ്വം ഓർക്കേണ്ടതുണ്ട്. അദ്ദേഹം പേർഷ്യക്കാരനായിരുന്നു. മുസന്നബിനു ഹാരിസത്തു ഷൈബാനി റളിയല്ലാഹു അൻഹു. പേർഷ്യയുടെ ഭാഗമായ അന്നത്തെ ഇറാഖിലെ വാഇൽ ഗോത്രത്തലവനായിരുന്നു അദ്ദേഹം. ഇസ്ലാമിനെ കുറിച്ച് കേട്ടറിഞ്ഞു പഠിക്കാൻ തുടങ്ങി. ഹിജ്റ 9-ാം വർഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കാണാൻ മദീനയിലെത്തി. മഹാസന്നിധിയിൽ വെച്ച് സത്യവചനം ചൊല്ലി മുസ്ലിമായി മാറി. മുസന്ന റളിയല്ലാഹു അൻഹു മതപ്രചാരകനായി രംഗത്ത് വരികയും വാഇൽ ഗോത്രക്കാരായ നിരവധി പേർ ഇസ്ലാം മതം സ്വീകരിക്കുകയും ചെയ്തു. കുടുംബ പേര് ഷെയ്ബാൻ. ആ കുടുംബത്തിലെ ധീരയോദ്ധാക്കൾ ഇസ്ലാം മതം സ്വീകരിക്കുകയും മുസ്ലിം സൈന്യത്തിന്റെ ഭാഗമായി തീരുകയും ചെയ്തു. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ ഭരണകാലത്ത് മതപരിത്യാഗികൾക്കെതിരെ നടത്തുന്ന യുദ്ധങ്ങളിൽ മുസന്ന റളിയല്ലാഹു അൻഹുവും പല ഷെയ്ബാനികളും പങ്കെടുത്തിരുന്നു. ഹിജ്റ 13-ൽ മുസ്ലിം സൈന്യവും പേർഷ്യൻ സൈന്യവും തമ്മിൽ ശക്തമായ പോരാട്ടം നടന്നു. മുസന്ന തങ്ങളാണ് മുസ്ലിം സൈന്യത്തെ നയിക്കുന്നത്. ഇദ്ദേഹത്തെ സഹായിക്കാൻ വേണ്ടി ഇറാഖിലേക്ക് പോവാൻ ഖലീഫ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഖാലിദ് ഇബ്നുൽ വലീദ് റളിയല്ലാഹു അൻഹുവിനോട് ആജ്ഞാപിച്ചു. അദ്ദേഹം സൈന്യത്തോടൊപ്പം ചേരുകയും ഇറാഖിലെത്തി മുസന്ന റളിയല്ലാഹു അൻഹുവുമായി സന്ധിച്ചു. പേർഷ്യക്കാരുമായി ബാബിലോണയുടെ സമീപത്തു വെച്ച് നടന്ന പോരാട്ടത്തിൽ മുസന്ന പേർഷ്യൻ സൈന്യാധിപനെ വധിച്ചു കഴിഞ്ഞിരുന്നു. മുസ്ലിം സൈന്യത്തിന്റെ നേതൃത്വം ഖാലിദ് ഇബ്നുൽ വലീദ് റളിയല്ലാഹു അൻഹു ഏറ്റെടുത്തു. ഖാലിദ് റളിയല്ലാഹു അൻഹുവിന്റെ ആഗമനം മുസ്ലിം സേനയെ ആവേശം കൊള്ളിച്ചു. എന്താണ് ഖാലിദ് റളിയല്ലാഹു അൻഹുവിന്റെ സവിശേഷതകൾ? ബുദ്ധി കൂർമ്മതയുള്ളവരാണ്, ആരോഗ്യ ശക്തിയുള്ളവരാണ്, യുദ്ധതന്ത്രങ്ങൾ ആവിഷ്കരിക്കാനുള്ള വളരെ മികച്ച കഴിവുള്ളയാളാണ്, വർണ്ണിക്കാനാവാത്ത ധീരത. യൂഫ്രട്ടീസ് നദിയും ടൈഗ്രീസ് നദിയും ഒഴുകുന്നത് കാരണം ഇറാഖ് സമ്പൽ സമൃദ്ധമായ രാഷ്ട്രമായിരുന്നു. അവിടെ നിന്നുള്ള വരുമാനം പേർഷ്യൻ രാജാക്കന്മാർക്ക് അത്യാവശ്യമാണ്. അത് നഷ്ടപ്പെടുന്നതിനെ കുറിച്ച് അവർക്ക് ഓർക്കാൻ പോലും വയ്യ. പേർഷ്യക്കാർ ഏറ്റവും വലിയ ഭീഷണിയായി കാണുന്നത് മുസ്ലിങ്ങളെയാണ്. ഇറാഖ് മുസ്ലിങ്ങളുടെ അധീനതയിൽ പെടാതെ നോക്കുകയാണവർ. അള്ളാഹുവിന്റെ ദീൻ അവന്റെ അടിമകൾക്ക് എത്തിച്ചു കൊടുക്കുക എന്നതാണ് മുസ്ലിങ്ങളുടെ ഒന്നാമത്തെ കടമ. ഇത് നിർവഹിക്കാനാണ് അവർ വരുന്നത്. ഭരണം ലക്ഷ്യമല്ല. മതപ്രചരണത്തിന് അവസരം സിദ്ധിച്ചാൽ അതുകൊണ്ടവർ തൃപ്തിപ്പെടും. ഭൂമിയുടെ മേൽ ആധിപത്യം സ്ഥാപിക്കാനല്ല. പേർഷ്യയിലെ സാധാരണക്കാർ അവിടുത്തെ ഭരണം മാറണമെന്ന് ആഗ്രഹിക്കുന്നു. കർഷകരും തൊഴിലാളികളും സാധാരണക്കാരും അടിമകളെ പോലെയാണ് ജീവിക്കുന്നത്. പലവിധ പീഡനങ്ങൾ അനുഭവിക്കുന്നു. പീഡിപ്പിക്കപ്പെടുന്ന ജനങ്ങളുടെ വിമോചനം മുസ്ലിങ്ങളുടെ കടമയാണ്. ഈ കടമ നിർവഹിക്കാനെത്തിയ മുസ്ലിങ്ങളെ തദ്ദേശവാസികൾ സ്വാഗതം ചെയ്തു. അവർ മുസ്ലിം സേനയെ സഹായിക്കുകയും ചെയ്തു. ഹീറ ഐശ്വര്യത്തിന്റെ കലവറയാണത്. കൂഫയുടെ സമീപത്താണ് ഹീറ എന്ന പ്രദേശം സ്ഥിതി ചെയ്യുന്നത്. ഖാലിദ് ഇബ്നു വലീദ് റളിയല്ലാഹു അൻഹു ഹീറയിലേക്ക് സൈന്യത്തെ നയിച്ചു. പേർഷ്യൻ സൈന്യവുമായി പൊരിഞ്ഞ പോരാട്ടം നടന്നു. പേർഷ്യൻ സൈന്യം പിന്തിരിഞ്ഞോടി. ഹിജ്റ 13-ാം വർഷത്തിൽ ഹീറ എന്ന പ്രദേശം മുസ്ലിങ്ങളുടേതായി തീർന്നു. അഭിമാനകരമായ വിജയമാണ് കൈവരിച്ചത്. പേർഷ്യയിലെ മറ്റൊരു ലോകശക്തിയാണ് റോം, സിറിയ, ഫലസ്തീൻ, ജോർദാൻ, ഈജിപ്ത് തുടങ്ങിയ രാജ്യങ്ങൾ. റോമ സാമ്രാജ്യത്തിന്റെ ഭാഗമാണ്. സിറിയയിൽ മുസ്ലിം സൈന്യവും റോമ സൈന്യവും ഇഞ്ചോടിഞ്ച് പോരാടുകയാണ്. റോമക്കാരുടെ വൻ സൈന്യത്തിന് മുന്നിൽ മുസ്ലിങ്ങൾ പതറിപ്പോകുമോ എന്ന സംശയം ഉയർന്നു. പാടില്ല, പരാജയപ്പെട്ടുകൂടാ, വിജയം വരിക്കണം. എങ്ങനെ? ഖാലിദ് ഇബ്നുൽ വലീദ് റളിയല്ലാഹു അൻഹുവിനെ വരുത്തണം. ഖലീഫ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു കൽപ്പന പുറപ്പെടുവിപ്പിച്ചു. 5000 യോദ്ധാക്കളുമായി സിറിയയിലേക്ക് നീങ്ങുക. ഇറാഖിന്റെ ചുമതല മുസന്നയെ ഏൽപ്പിക്കണം. ധൃതി പിടിച്ച യാത്ര. ഇറാഖിന്റെ ചുമതല മുസന്നയെ ഏൽപ്പിച്ച് ഖാലിദ് റളിയല്ലാഹു അൻഹു സിറിയയിലേക്ക് നീങ്ങി. പേർഷ്യക്കാർ വിവരമറിഞ്ഞു. വളരെ സന്തോഷമായി. ഖാലിദ് ഇല്ലാത്ത സമയത്ത് ഇറാഖിനെ ആക്രമിക്കാം, മുസന്നയെ തുരത്തിയോടിക്കാം.
പേർഷ്യക്കാർ ഏത് സമയത്തും ഉഗ്രൻ ആക്രമണം നടത്തിയേക്കാം. പിടിച്ചു നിൽക്കാനാവില്ല. സഹായസേന വന്നു ചേരണം. അതിന് മദീനയിൽ വിവരമറിയിക്കണം. സ്ഥിതിഗതികളുടെ ഗൗരവം ഖലീഫയെ ശരിക്ക് ബോധ്യപ്പെടുത്താൻ മുസന്ന റളിയല്ലാഹു അൻഹു തന്നെ മദീനയിൽ പോകണമെന്ന് തീരുമാനിച്ചു. മുസ്ലിം സേനയെ സുരക്ഷിത കേന്ദ്രത്തിലാക്കിയിട്ട് വേണം പോവാൻ. ഇപ്പോൾ നിലനിൽക്കുന്ന പ്രദേശങ്ങളിൽ നിന്ന് പിൻവാങ്ങി ഹീറായിൽ തമ്പടിച്ചു. മുസന്ന റളിയല്ലാഹു അൻഹു മദീനയിലെത്തി ഞെട്ടിക്കുന്ന വാർത്തയാണ് കേട്ടത്. ഖലീഫ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു സുഖമില്ലാതെ കിടപ്പിലാണ്. നേരിട്ട് കണ്ട് കാര്യങ്ങൾ സംസാരിക്കാൻ പറ്റിയ അവസ്ഥയല്ല. കാത്തിരിക്കുകയാണ് മുസന്ന റളിയല്ലാഹു അൻഹു. ഖലീഫ വഫാത്തായി. മുസന്ന റളിയല്ലാഹു അൻഹു ഉത്കണ്ഠാകുലനാണ്. രണ്ടാം ഖലീഫയായി ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു തെരഞ്ഞെടുക്കപ്പെട്ടു. ആദ്യ ദിവസങ്ങൾ തിരക്ക് പിടിച്ചതായിരുന്നു. എങ്കിലും മുസന്ന റളിയല്ലാഹു അൻഹു ഖലീഫയെ കണ്ടു മുസ്ലിം സൈന്യത്തെ ഹീറായിൽ നിർത്തിയിട്ടാണ് പോന്നതെന്നും എന്തും സംഭവിക്കാവുന്ന സാഹചര്യമാണെന്നും അറിയിച്ചു. ഖലീഫ കാര്യത്തിന്റെ ഗൗരവം മനസ്സിലാക്കി. ഖലീഫ ആദ്യ നാളുകളിലെ പ്രസംഗങ്ങളിൽ തന്നെ പേർഷ്യ യുദ്ധത്തിന്റെ പ്രാധാന്യം വിവരിക്കുകയും യുദ്ധത്തിൽ പങ്കെടുക്കാൻ ജനങ്ങളെ ആഹ്വാനം ചെയ്യുകയും ചെയ്തു. ഇറാഖിലേക്കുള്ള സഹായ സൈന്യത്തിന്റെ തലവനായി അബൂ ഉബൈദ റളിയല്ലാഹു അൻഹുവിനെ നിയോഗിച്ചു. 4000 യോദ്ധാക്കൾ അദ്ദേഹത്തോടൊപ്പം പോവാൻ സന്നദ്ധരായി. ഖലീഫ അവർക്ക് കർശന നിർദ്ദേശങ്ങൾ നൽകി. ലോകത്തിലെ ഏറ്റവും ശക്തവും സമ്പന്നവുമായ രാജ്യത്തോടാണ് പോരാടാൻ പോകുന്നത്. അല്ലാഹു തആല വിജയം നൽകട്ടെ, ആമീൻ. കൂടിയാലോചനകൾ നടത്തി തീരുമാനമെടുക്കണം. നേതാവിനെ അനുസരിക്കണം. വിലപ്പെട്ട ഉപദേശങ്ങൾ നൽകി. മുസന്ന റളിയല്ലാഹു അൻഹുവിനെ നേരത്തെ അയക്കുകയും ഹീറായിൽ ചെന്ന് കാര്യങ്ങൾ നിയന്ത്രിക്കണമെന്ന് അബൂ ഉബൈദ റളിയല്ലാഹു അൻഹുവിനെയും ഉപദേശിക്കുകയും ചെയ്തു. ഈ ഇടവേളയിൽ പേർഷ്യക്കാർ ശക്തി സംഭരിക്കുകയായിരുന്നു. അവർ സൈന്യത്തെ കൂടുതൽ ശക്തമാക്കി. ഫർഖ്സാദിന്റെ പുത്രൻ റുസ്തം ധീരകേസരിയാണ്, തന്ത്രജ്ഞനുമാണ്. യുദ്ധതന്ത്രങ്ങൾ രൂപീകരിക്കുന്നതിൽ വിദഗ്ധനുമാണ്. റുസ്തമിനെ പേർഷ്യൻ സൈന്യത്തിന്റെ നായകനാക്കി സർവ്വ സൈന്യാധിപനെ അനുസരിക്കാൻ രാജാവ് പേർഷ്യൻ ജനതയോട് ആഹ്വാനം ചെയ്തു. മുസന്ന റളിയല്ലാഹു അൻഹു ഹീറായിലെത്തി. പിന്നെയും 1 മാസം കഴിഞ്ഞാണ് അബൂ ഉബൈദ റളിയല്ലാഹു അൻഹു മദീനയിൽ നിന്ന് പുറപ്പെട്ടത്. യുദ്ധ സജ്ജീകരണങ്ങൾ ഒരുക്കാൻ വേണ്ടി വന്ന കാലതാമസം. ഇതിനിടയിൽ പേർഷ്യക്കാർ ആക്രമണം തുടങ്ങിക്കഴിഞ്ഞിരുന്നു. ഹീറാക്കു നേരെ ആക്രമണം തുടങ്ങി. ഹീറായിൽ നിന്ന് പിൻവാങ്ങുന്നതാണ് ബുദ്ധിയെന്ന് മുസന്ന റളിയല്ലാഹു അൻഹുവിന് തോന്നി. മുസ്ലിം സൈന്യം പിൻവാങ്ങി അതിർത്തി പ്രദേശത്ത് തമ്പടിച്ചു. ഹീറ പേർഷ്യക്കാരുടെ അധീനതയിലായി. അബൂ ഉബൈദ റളിയല്ലാഹു അൻഹുവിന്റെ യുദ്ധയാത്ര നാടെങ്ങും വാർത്തയായി. വിദൂര ദിക്കിലേക്കാണ് പോകുന്നത്. ധീരസാഹസികന്മാർ സൈന്യത്തിൽ ചേർന്നുകൊണ്ടിരുന്നു. മുസ്ലിങ്ങളുമായി സന്ധിയിൽ കഴിയുന്ന ക്രൈസ്തവ ഗോത്രങ്ങളിലെ യുവാക്കൾ വരെ സൈന്യത്തിൽ അണിനിരക്കാൻ തുടങ്ങി. വഴിനീളെ ഇതായിരുന്നു അവസ്ഥ. 10,000 പേരുള്ള വൻ സൈന്യവുമായി മാറി. ആവേശം അലതല്ലുന്ന മുന്നേറ്റമാണ് പിന്നീട് നടക്കുന്നത്. പേർഷ്യക്കാർ പ്രസംഗകരെ സകല നാടുകളിലേക്കും അയച്ചു. പ്രസംഗകർ മുസ്ലിങ്ങൾക്കെതിരായി പ്രസംഗിച്ചു. മതവികാരങ്ങൾ ഇലക്കിവിട്ടു. ധാരാളം ആളുകൾ മുസ്ലിങ്ങൾക്കെതിരെ പടപൊരുതാൻ തന്നെ സന്നദ്ധരായി വന്നു. കർഷകരും തൊഴിലാളികളും മുസ്ലിങ്ങളുടെ ആഗമനത്തെ പ്രതീക്ഷയോടെ കാത്തിരിക്കുകയാണ്. കർഷകരെ നന്നായി സഹായിക്കുന്നവരാണ് മുസ്ലിങ്ങളെന്ന് അവർ കേട്ടിട്ടുണ്ട്. മുസന്നയും സൈന്യവും ഉത്കണ്ഠയോടെ സഹായ സൈന്യത്തെ കാത്തിരിക്കുന്നു. അബൂ ഉബൈദ റളിയല്ലാഹു അൻഹുവും 10,000-ലേറെ യോദ്ധാക്കളും വിശ്രമമില്ലാതെ യാത്ര ചെയ്യുകയാണ്. സഹായ സൈന്യം എത്തും മുമ്പേ മുസന്നയെയും സൈന്യത്തെയും ഉന്മൂലന നാശം വരുത്താനുള്ള പദ്ധതികൾ തയ്യാറാക്കുകയാണ് പേർഷ്യൻ സൈന്യം. കഫാൻ ഇറാഖിന്റെ അതിർത്തി ഗ്രാമം. ഇസ്ലാമിക ചരിത്രത്തിൽ ആ ഗ്രാമം പ്രസിദ്ധമായി. അബൂ ഉബൈദ റളിയല്ലാഹു അൻഹുവിന്റെ സൈന്യം മുസന്നയുടെ സൈന്യത്തെ കണ്ടുമുട്ടിയത് അവിടെ വെച്ചാണ്. ദീർഘയാത്രക്കാരുടെ ക്ഷീണം തീർക്കാൻ അവർ വിശ്രമിച്ചതും ഗഫാൻ എന്ന് പറയുന്ന സ്ഥലത്തായിരുന്നു. പേർഷ്യൻ സൈന്യാധിപനായ റുസ്തം തന്റെ സൈന്യത്തെ 2ആയി ഭാഗിച്ചു. ഒന്നിന്റെ നേതൃത്വം ജാബാൻ എന്ന വീരസാഹസികനെ ഏൽപ്പിച്ചു. 2ാം വിഭാഗത്തിന്റെ നേതൃത്വം നെർസി എന്ന വീര പോരാളിക്കും നൽകി. ഹീറായുടെയും ഖാദിസിയയുടെയും ഇടയ്ക്കുള്ള പ്രദേശമാണ് നമാരിഖം. ജാബാനോട് വൻ സൈന്യവുമായി നമാരിക്കയിലേക്ക് മാർച്ച് ചെയ്യാൻ റുസ്തം കൽപ്പിച്ചു. മുസ്ലിം വിരോധം തിളച്ചുമറിയുന്ന മനസ്സാണ് ജാബാനുള്ളത്. വളരെ സാഹസികമായി യൂഫ്രട്ടീസ് നദി മുറിച്ചു കടന്നു. ഒട്ടേറെ തോണികൾ ഉപയോഗിച്ചാണ് സൈന്യം നദി കടന്നത്. യൂഫ്രട്ടീസിന്റെയും ടൈഗ്രീസിന്റെയും ഇടയ്ക്കുള്ള പ്രദേശമാണ് കസ്കർ. പേർഷ്യൻ സൈന്യത്തിന്റെ 2ാം വിഭാഗം കസ്കറിൽ തമ്പടിച്ചു. ജാബാനും വൻ സൈന്യവും നമാരിക്കിൽ യുദ്ധസന്നാഹങ്ങൾ ഒരുക്കുകയാണ്. അബൂ ഉബൈദ റളിയല്ലാഹു അൻഹുവും വമ്പിച്ച മുസ്ലിം സൈന്യവും നമാരിക്കയിലേക്ക് മാർച്ച് ചെയ്തു.
നമാരിക്കിൽ യുദ്ധം പൊട്ടി, പേർഷ്യക്കാർ ആഞ്ഞുപൊരുതി, മുസ്ലിം സൈന്യം പൊരുതി മുന്നേറി. ആർത്തനാദങ്ങളും അട്ടഹാസങ്ങളും, ഒരു ഭാഗത്ത് മറുഭാഗത്ത് തക്ബീർ മുഴക്കങ്ങൾ. പേർഷ്യക്കാരുടെ ഒരു സൈന്യാധിപനാണ് മൻവൻ ഷാഹ്. അയാൾ വെറ്റേറ്റ് മരണപ്പെട്ടു. ജാബാനെ പിടികൂടി ആളെ മനസ്സിലായില്ല. അതീവ തന്ത്രജ്ഞനായിരുന്നു ജാബാൻ. പറഞ്ഞു പറ്റിച്ച് രക്ഷപ്പെട്ട് കളയുകയാണുണ്ടായത്. ജാബാൻ ജീവനും കൊണ്ടോടി വളരെ അകലെയെത്തി പേർഷ്യൻ സൈന്യം ചിതറിപ്പോയി. യുദ്ധത്തിൽ മുസ്ലിങ്ങൾ വൻ വിജയം. അല്ലാഹു അക്ബർ. നമാരിക്കിലെ മലഞ്ചെരുവുകളിൽ തക്ബീർ ധ്വനികൾ പ്രതിധ്വനിച്ചു. ജാബാൻ പരാജയപ്പെട്ടു. ഇതറിഞ്ഞ് റുസ്തം കോപാകുലനായി. ഇനി നിർസയുടെ വിജയമാണ് ലക്ഷ്യം. സഹായ സൈന്യത്തെ കസ്കറിലേക്ക് അയച്ചു. ആ സഹായ സൈന്യം പുറപ്പെട്ട വിവരം അബൂ ഉബൈദത്തും അറിഞ്ഞു. അവർ എത്തും മുമ്പ് കസ്കറിലെത്തണം. അതാണ് യുദ്ധതന്ത്രം. ആ തന്ത്രം വിജയിക്കാൻ ബുദ്ധിയും യുക്തിയും തന്ത്രവും ശക്തിയും വേണം. സാഹസികരാണ് കൂടെയുള്ളത്. അവർ നമാരിക്കിൽ നിന്ന് കസ്കറിലേക്ക് ഉദിച്ചു. അതിസാഹസികമായി കസ്കറിലെത്തി. നർസി സഹായ സൈന്യത്തെ പ്രതീക്ഷിച്ചിരിക്കുകയാണ്. സഹായ സൈന്യം എത്തിയില്ല. സമീപ പ്രദേശത്തെത്തിക്കഴിഞ്ഞു. അതിസാഹസികമായി അബൂ ഉബൈദ റളിയല്ലാഹു അൻഹുവും കൂട്ടരും ചാടി വീണു. പൊടുന്നനെ യുദ്ധം തുടങ്ങി. നർസി പതറിപ്പോവുകയാണ്. കുറെ നേരം യുദ്ധം ചെയ്ത ശേഷം നർസി പിന്തിരിഞ്ഞോടി. അല്ലാഹു അക്ബർ. കസ്കറിലും തക്ബീർ ധ്വനികൾ മുഴങ്ങി. നമാരിക്കയും കസ്കറും മുസ്ലിം പ്രദേശങ്ങളായി മാറി. അൽഹംദുലില്ലാ. പകലിലെ യോദ്ധാക്കൾ രാത്രിയിൽ ആരാധനകളിൽ മുഴുകി. ദീർഘനേരം നിസ്കാരം, കണ്ണീരിൽ കുതിർന്ന പ്രാർത്ഥന. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ ഭരണകാലത്തായിരുന്നു നമാരിക്കയും കസ്കറും ഇസ്ലാമിന്റെ അധീനതയിൽ വരുന്നത്.